അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകല്ലിട്ടണിയാളെ സലാം പറഞ്ഞ് കേട്ടോട് കൂടി നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലിട്ടോ. കുറച്ച് നേരം ഒന്ന് കണ്ടോക്കി ഇഞ്ഞിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫുള്ള് കണ്ടാൽ മതി. ഇഞ്ഞിട്ട് പിന്നെ നമ്മളെ വീഡിയോ പറ്റിക്കണമെങ്കിൽ പിന്നെ എന്നും കണ്ടോളണ്ടേ. അപ്പോൾ ഈ കാണീൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നം കമൻറ്റും ഇട്ടാൽ മതി. കാരണം നമുക്ക് നമ്മളെ ഈ വീഡിയോ തുറക്കുമ്പോൾ ഒരു കമൻറ്റും അതേമാതിരി ലൈക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ആ ഒരു സന്തോഷം നിങ്ങളോടല്ലാതെ പിന്നെ ഞാൻ ആരോടാണ് പറയാം. അപ്പം ഉണ്ടല്ലോ പോകല്ലിട്ട് ആരും. അപ്പം ഞാനുണ്ടല്ലോ ഇന്നലെ നല്ലൊരു അച്ചാറിൻ്റെ ഒരു വീഡിയോസ് ഇട്ടീനി. അപ്പോൾ നമ്മൾ ആ അച്ചാറിൽ രുചി കൂട്ടാനും വേണ്ടി ഒരു സൂത്രം ചേർത്തുക്കണേ. അപ്പോൾ ഇന്ന് വീഡിയോ കാണുമല്ലോ. ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കി നമ്മളെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഇന്നലത്താണ്, കുറേ തപ്പിത്തരാനൊന്നുമില്ല, ഇന്നലെ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് പോയി നോക്കണ്ടിട്ടോ. അപ്പോൾ മോട്ടറൊക്കെ ഒന്ന് ഇട്ടുക്കണേ. നമ്മൾ ടാങ്ക് ഒന്ന് നിറച്ച് വെക്കണം, അഥവാ കറണ്ട് പോയാൽ നല്ല പണി കിട്ടും വെള്ളം കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ മുട്ടയും പഴമാണ് കേട്ടോ. ഇന്ന് ഭയങ്കര മടി കേട്ടോ ചായക്ക് കടി ഉണ്ടാക്കാൻ. എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് മുട്ടയും പഴവും ഉണ്ടേനി ഫ്രിഡ്ജിൽ. അപ്പോൾ എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ മുട്ടയൊക്കെ ഒന്ന് കേകി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ എപ്പോൾ പുഴുങ്ങുകയാണെങ്കിലും അത് കേൾക്കണം. കാരണം അതിന്മേ ഏതൊക്കെയാണെന്ന് ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ കൂടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കൂടെയൊക്കെ പോണതല്ലേ. അപ്പോൾ അതിന്മ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയായാലും മുട്ട നമ്മൾ പിന്നെ കേകിയിട്ട് പുഴുങ്ങണം. ചിലവർ കേൾക്കാതെ പുഴുങ്ങും, അതാ ഞാൻ പറഞ്ഞു കേട്ടോ. ചിലവർ അങ്ങനെ ഉണ്ടാറുണ്ട്. അപ്പോൾ നമ്മളിതാക്കണ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് കേകി ഒന്ന് നമ്മളെന്താട്ടി വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പം മുട്ട കേൾക്കാണ്ട് ആ വെള്ളം കൊണ്ടാട്ടോ ഞാൻ പോന്നിക്കണേ. ഞാൻ മുട്ട വെച്ച പാത്രത്തിലത്തെ വെള്ളം തന്നെയാണ് പാർന്നതെന്നൊന്നും ചോദിച്ചാൽ നിൽക്കണ്ട കേട്ടോ. നല്ലോണം മുട്ട കേകിയിട്ട് പിന്നെ മുട്ടി അതൊക്കെ പാടങ്ങോട്ട് കുക്കർക്കാണ് പാരാൻ പറ്റൂലല്ലോ. പിന്നെ നമുക്ക് ആ മുട്ട പിന്നെ പൊന്തി അങ്ങനെ വരുന്നേ കാണാം. അപ്പം അങ്ങനെ നമ്മളെന്താട്ടി കുക്കറിലാണ് വെച്ചിക്കണേ. കുക്കറിൽ വെച്ചാൽ ഒരൊറ്റ വിസിലാണ് വന്നാണ്ടല്ലോ നമ്മളെ മുട്ടാണ് വേഗം. ഗ്യാസും ലാഭിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിലിട്ടുകാണ്ട് ഇങ്ങനെ കള 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 കളാന്ന് അങ്ങനെ തിളച്ച് പോകുമ്പോഴത്തേന് ഗ്യാസും കജ്ജും മുട്ട അങ്ങനെ എന്താ വേകാനും പ്രയാസക്കാരാ. പിന്നെ ഞാൻ പഴം പുഴുങ്ങണത് ആവിക്കാണ് കേട്ടോ. ആവിക്ക് വേവിച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. ഇന്നതാക്കണേ നമുക്ക് വേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഇന്ന് വരും. നമ്മൾ തലേന്ന് പൈസ കൊടുത്തേക്കണേ, അതിൻ്റെ റെസീറ്റും തന്നിക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ വരും പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെന്താട്ടി കവറും ചെരുപ്പും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വേറെ കവറിൽ പൊട്ടിയതൊക്കെ ഉണ്ടല്ലോ കുപ്പിച്ചില്ല് അങ്ങനത്തെ ഒക്കെ വേറെ കവറിൽ, പ്ലാസ്റ്റിക്കിൻ്റെത് വേറെ കവറിൽ അങ്ങനെ ആക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒക്കെ വേറെ വേറെ ആക്കിയിട്ട് വെച്ചിക്കാണ്ട് കെട്ടിക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓല് തലേന്ന് വന്ന് പൈസയും പിന്നെ ഒരു റെസീറ്റും തരും. നമ്മൾ പിന്നെ ആ റെസീറ്റ് നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോൾ പിന്നെ ആ ചാക്കുമ്പോൾ വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലുമല്ലേ നമ്മൾ പൈസ അടച്ചിക്കണോ അല്ലേ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ റെസീറ്റ് എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെ റെസീറ്റൊക്കെ എടുത്ത് നമ്മൾ എന്താട്ടി ആ ചാക്കുമ്പോൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ സാധനം ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ഇവിടെ നമ്മളെ പെരിയിൽ വെച്ചോണ്ട് കാര്യമല്ല, നമ്മളങ്ങോട്ട് റോട്ടിക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പറഞ്ഞേക്കണം കേട്ടോ ചേച്ചിമാർ. അപ്പോൾ ഞാൻ ആ റെസീറ്റും എടുത്ത് പിന്നെ ഞാൻ റോട്ടിക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ അവിടെ വന്ന് കാണ്ട് പോലെ എടുത്ത് കൊണ്ടുപോയിക്കോളാമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും ആരും കത്തിച്ചണ്ട. കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുകയൊക്കെ ശ്വസിച്ച് നമുക്ക് ക്യാൻസറൊക്കെ വരും. അപ്പോൾ നമ്മൾ 50 റുപ്യ കൊടുക്കാൻ മറിച്ചിക്കാണ്ട് ചിലവർ കത്തിച്ചണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ നമുക്ക് പിറ്റത്തെ മാസം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കവറിൽ ഒരു ചാക്കിലൊക്കെ ആക്കി വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ആരും പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും കത്തിച്ച് അസുഖങ്ങളൊന്നും വരുത്തണ്ട. അപ്പോൾ അങ്ങനെ തക്കണേ നമ്മൾ നിലത്ത് കുറേ ഉണ്ടായിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ടു. ഇനി നമുക്ക് മിറ്റടിച്ചു വരണം. പിന്നെ മിറ്റടിച്ച് വരുമ്പോൾ നമ്മൾ എന്താട്ടെന്ന് അറിയാം, മുറ്റത്തൊക്കെ നല്ലോണം ഒന്ന് വെള്ളം പാറ്റിയിട്ടാണ് ഞാൻ അടിച്ചു വരല്. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, പൊടി പാറിയിട്ട് വയ്ക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ മുന്നിൽ ഒരു സിമെൻറ്റ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വെള്ളം പറഞ്ഞടിച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇങ്ങനെ ഔത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ പൊടി ഇങ്ങനെ ചവിട്ടിക്കയറ്റും മക്കളും. അപ്പോൾ എങ്ങനെ ഇതാക്കിയാലും അപ്പോൾ അവിടെ നിന്ന് പൊടി
പാർന്നീന് നമ്മളെന്താട്ടി ഒന്ന് വെള്ളം പാർന്ന് അടിച്ചാൽ മതി. അപ്പം ചവിട്ടി കയറുമ്പോഴും മണ്ണൊന്നാവില്ല, അല്ലെങ്കിൽ നല്ല പൊടിയിക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ ഞാനത്തെ വീഡിയോയിൽ ഇട്ടീനില്ലേ നമ്മളടുത്തത്തെ കാക്ക കുറച്ച് പയറിൻ്റെ വിത്തുന്നത്, അപ്പോൾ അത് കുഴിച്ചിട്ടിട്ടില്ല. അപ്പം ഇനി നമ്മൾ കുഴിച്ചിടാൻ പറ്റില്ലല്ലോ, ആ കാക്ക പൈസ കൊടുത്ത് വാങ്ങി കൊടുന്നുകാണ്ട് നമുക്കും കൂടി തന്നതാണ് കുഴിച്ചിടാൻ. അപ്പോൾ കുഴിച്ചിട്ടിട്ടില്ല. മാളെ കുഴിച്ചിട്ടോ പയറെന്ന് ചോദിച്ചുമ്പോൾ ഇല്ല കാക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി സനുവിനോട് പറഞ്ഞു മര കുട്ടി ഒന്ന് വീഡിയോ എടുത്തണ്ടാ പറഞ്ഞിട്ട് ഓനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഒരു കുറി ഞാൻ പയറപ്പുറത്താണ് കുഴിച്ചിട്ടിങ്ങിയത്. അപ്പോൾ അവിടെ വെറും കല്ലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്താട്ടി ഇപ്പോൾ ഇങ്ങോട്ടാക്കിക്കണം കേട്ടോ പയർ കുഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഉണ്ടാവും എന്ന് വിചാരിച്ചണേ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് ഉണ്ടാവുമോ ഇല്ലേന്നൊക്കെ. അപ്പോൾ അങ്ങനെ പയറൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചീര ഉണ്ടേനി കേട്ടോ മുറിച്ചാൻ. അപ്പോൾ ഇന്നാൾ വെച്ചു. അപ്പോൾ ഇന്നും ഇതാക്കണം കുറച്ചും കൂടി ഉണ്ട്. അപ്പം അത് പുകിടണീൻ്റെ മുന്നേ അത് പറിച്ചുകാണ്ട് നമുക്കൊരു ഉപ്പേരിയാണ് വെക്കുക. ഇന്നാണെങ്കിൽ ഒരു കൂട്ടാനുല്ലേനും ഉപ്പേരിക്ക് ഒന്നുമില്ല കേട്ടോ. പിന്നെന്താണെന്ന് പറയാം, നമുക്ക് ഈ ഒരു ചീര ഉപ്പേരി ഉണ്ട് വെച്ചെങ്കിൽ ഈ ഒരു ഉപ്പേരിയും കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിച്ചാൽ മതി കേട്ടോ, ഒരു മീനോ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് പയറൊക്കെ കുഴിച്ചിട്ട് വന്നപ്പോൾ ഇതിന് മക്കളെ നേരം 8:30 ആയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിക്ക് പോവും വേണം, ഓന് ചോറും വേണമല്ലോ. അപ്പം ഇന്ന് അടുപ്പത്ത് ഇനി വെണ്ണൂറൊക്കെ വാരി തിജ്ജൂട്ടി ഉണ്ടാക്കുമ്പോൾ നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി കുക്കറിലാണ് ചോറ് ചെയ്യുമ്പോൾ പിന്നെ വപ്പട ഇതാക്കണം. നിങ്ങൾ വിചാരിച്ചു എന്നും ഈ ബലാലിന് വപ്പടാണല്ലോ ഇതെന്താണെന്ന് അറിയാം. വപ്പടം കൊണ്ടുവച്ചപ്പോൾ കുറച്ച് തോനെ കൊണ്ടുവച്ചു. അപ്പോൾ പാത്ത് വെച്ചാൽ ആ വപ്പടത്തമ്മ കണ്ടില്ല ഓരോ കറുത്ത കുത്ത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊരിച്ചാതെ പാത്ത് വെച്ചാൽ ഇനി അത് നാശമാകും. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം അതൊക്കെ പൊരിച്ച് കഴിച്ചുകാണ്ട് പിന്നെ നമുക്ക് പിന്നെയും കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും വപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വപ്പടത്തിൻ്റെ മുകളിലത്തെ ആ പൊടികളൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ചിരണ്ടി കളയുന്നുണ്ട് കേട്ടോ. ആ കറുപ്പൊക്കെ ഒന്ന് ചിരണ്ടി കളയാം, അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചട്ടെ. അപ്പോൾ ഇന്നും ഉണ്ട് പപ്പടം. അപ്പോൾ ഞാനിതാക്കണേ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിന് ചോറ്റക്ക് കൂട്ടാൻ വേണമല്ലോ. അപ്പോൾ അതിന് 2 ഉള്ളി പോണാണ്ട് അരിഞ്ഞിട്ട് നമുക്ക് ഉള്ളി കൂട്ടാനും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ചീര ഉപ്പേരി ഉണ്ട് അത് പോരെ ചോറ്റക്ക് കൂട്ടാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഈ ചീരപ്പേരി അമ്മ അയച്ചു. ആ ചീരപ്പേരി ആണ്. അപ്പോൾ പറഞ്ഞ് വല്ലുള്ളിയും തക്കാളിയില്ല അമ്മ അയച്ചു, അതുണ്ട് കാരണം ഏച്ചെന്നാൽ അത് മതിയാണ്. അപ്പം എന്നാൽ ഇനി ഉള്ളി കൂട്ടാൻ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെ ചങ്ങായി എനിക്ക് ഈ ഉള്ളി കൂട്ടാനിൽ കൈവശം തന്നത്, എനിക്ക് എന്നും ഈ ഉള്ളി കൂട്ടാൻ തന്നെയാണോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അനക്കെന്നും ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കി തന്നാൽ മതി. ഇച്ചി വീഡിയോ എടുക്കുമ്പോൾ എന്നും ഈ ഉള്ളി കൂട്ടാനാകുമ്പോൾ ഇഞ്ചെ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിച്ചില്ല ഇവർക്ക് എന്നും ഈ ഉള്ളി കൂട്ടാൻ തന്നെ ഉള്ളൂ എന്ന് കരുതൂലേ. അപ്പോൾ പറയും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചാനൽ വലിയ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ടോ മോന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളൊക്കെ കളിയാക്കിക്കോളി, ഒരു ദിവസം ഇച്ച് പൈസ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒക്കെ പറഞ്ഞിട്ടാ. അപ്പം ഓൻ അങ്ങനെ ചിരിച്ചിട്ടാ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളി ചട്ടിയിലിട്ട് പോന്നിട്ട് വേഗം പാത്രം മോറാന്ന് വിചാരിച്ച് ചട്ടിയിൽ ഉള്ളി ഇട്ട് കാണ്ടിങ്ങനെ നോക്കിയതുകൊണ്ട് ഉള്ളി വേഗം വാടി കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പം എന്നാൽ പിന്നെ പാത്രം മോറി കച്ച ആ ഒരു പണിയാണ് കജ്ജുമല്ല. എല്ലാ പണിയാണ് കഴിഞ്ഞിട്ട് പാത്രം ഒപ്പണം മോറി വെച്ചാൽ പിന്നെ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ആദ്യം പാത്രം മോറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും അവിടെ ഒരു പാത്രം ഇവിടെ ഒരു പാത്രം അവിടെ ഒരു പാത്രം. അപ്പോൾ അതൊക്കെ പിന്നെയും അങ്ങനെ മോറാനാവും. അപ്പം എന്നാൽ എല്ലാ പണിയാണ് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് മോറിയാൽ മതിയല്ലോ. പിന്നെ ഇനി മോറാണ്ടാകുക. അപ്പം നിങ്ങൾ വിചാരിച്ചു അപ്പം ഇനി ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പം അതന്നെ ഇനി ഒരു കുക്കർ മാത്രമേ ഉള്ളൂ മോറി വെക്കാൻ, അല്ലാത്തതൊക്കെ മോറി വെച്ചു. ഇനി ഒന്നുമില്ല. പിന്നെ ചോറൊക്കെ ഞാൻ ഓട്ടപാത്രത്തിൽ ഊറ്റിയിട്ടു. അപ്പോൾ അത് ഉച്ചക്കൊക്കെ മാത്രമാണ് കേട്ടോ. വൈകുന്നേരത്തിന് നമ്മൾ പിന്നെ വേറെ വെക്കലാണ്, അല്ലെങ്കിൽ രാവിലെ തന്നെ ചോറ് വെക്കണതല്ല. അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം തിന്നണ നേരത്തെ ചോറ് നാശമാവുന്നുണ്ട്. ഇപ്പം ചൂടുമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ചോറ് നാശമാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താട്ടി ഉച്ചക്കൊക്കെ മാത്രം വെക്കും, രാവിലെ വെക്കണതായതുകൊണ്ട്. പിന്നെ വൈകുന്നേരത്തിന് പിന്നെയും വെക്കലാണേ. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ ഇട്ട് അവന് ഉള്ളി കൂട്ടാനും. അപ്പോൾ പറഞ്ഞ് മുട്ട റോസ്റ്റ്. അപ്പോൾ ഉള്ളി കൂട്ടാൻ ഇട്ടുകൊണ്ട് മുട്ട ഇട്ടാൽ മുട്ട റോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതും ഉണ്ടാക്കി. പിന്നെ ഇനി ചീര നല്ലോണം കേകി അരിഞ്ഞ് നമുക്കൊരു ഉപ്പേരിയും വെക്കാം. അപ്പം ഇന്ന് ചോറ്റക്ക് കൂട്ടാൻ ഉള്ളി കൂട്ടാനും ഈ ചീരപ്പേരിയും പപ്പടവും ആണ് കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. പിന്നെ മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ മുട്ട തന്നെ ശരണം. പിന്നെ ഒരു പാട്ടില്ലേ, കൂട്ടാൻ യോഗല്ലോലിക്കെന്നും കൂട്ടാൻ കോയിറച്ചി വൈകുന്നേരം വരെ നയിപ്പില്ലോന് കൂട്ടാൻ മത്തൻ്റെ ലാ പറഞ്ഞ മാതിരി ഞമ്മക്ക് മീൻ കിട്ടാഞ്ഞാൽ മുട്ട തന്നെ ശരണം. പാട്ടെങ്ങനെയുണ്ട്, പൊളിച്ചോ? ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പറഞ്ഞോളിട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ
പിന്നെ ചീര അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ നമ്മളുണ്ടല്ലോ ചട്ടി നല്ലോണം ചൂടായി. പിന്നെ തേങ്ങയും പച്ചമുളകും ചതക്കണം. അത് ചതക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ കടുക് കരിഞ്ഞ് പോകും. അപ്പോൾ ഞാനെന്താ ടീം അതിപ്പോൾ തേങ്ങ പിന്നെ ചതച്ചിടാൻ വിചാരിച്ചിട്ട് നമ്മളെ ചീര ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വാടി വന്നിട്ട് നമുക്ക് നമ്മളെ തേങ്ങയും കൂടി ഉണ്ട് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പൊടിയാടില്ല. പിന്നെ നമുക്ക് 11 സബ്സ്ക്രൈബ് ആയിക്കണേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊരൊറ്റ കാരണം കൊണ്ടാണ്, നിങ്ങളാണ് അതിൻ്റെ ഒക്കെ ആൾക്കാർ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇത്ര സബ്സ്ക്രൈബ് ആയതിനും നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവും എന്നറിയാം, എന്നാലും നമ്മൾ പറയേണ്ട കടമ ഇച്ചുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഒരുപാട് നന്ദിയുണ്ട്. 10-11 സബ്സ്ക്രൈബ് ആയി. പിന്നെ പൈസ കിട്ടാനായോ എന്ന് ചോദിച്ചാൽ കിട്ടാനായി തുടങ്ങണുള്ളൂ. കുറച്ചും കൂടിയൊക്കെ വേണം കേട്ടോ. അൽഹംദുലില്ലാ പൈസ കിട്ടിയാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും. കാരണം നിങ്ങളാണ് ഇതുവരെ എത്തിച്ചത്. അപ്പോൾ കിട്ടിയെങ്കിൽ തന്നെയല്ലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കിട്ടിയ അപ്പം ഞാനൊരു വീഡിയോ ഇടും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക കിട്ടാനും വേണ്ടി. കാരണം നമ്മൾ 4 വർഷമായി നമ്മൾ ഈ ഒരു ചാനലും കൊണ്ട് നടക്കണേ. അതിൻ്റെ ഇടയിൽ കുറച്ച് നിർത്തി. പിന്നെ മനസ്സ് തോന്നായിട്ട് രണ്ടാമത് പിന്നെയും ചങ്ങാഴ്ചകളൊക്കെ പറഞ്ഞ് ഇത്രത്തോളം ആയില്ലേ ഇട്ടടാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പം എന്താ നിങ്ങളാണ് ഓരോരുത്തരാണ് ഇതിൻ്റെയൊക്കെ വിജയം. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയുകയാണ് പൈസ കിട്ടിയാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടോ. കുറച്ച് അങ്ങനെ ഇതാക്കണേ നമ്മളെ ചീരപ്പേരിയൊക്കെ ആയി. അപ്പോൾ ഒന്നിലെ ചോറ് ഞാൻ പാത്രത്തിലാക്കണം. അപ്പോൾ പറഞ്ഞാൽ അത്രയൊന്നും ചോറ് മാണ്ടന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞു എത്തണ്ണി 2 വറ്റലുള്ളൂ ഇത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങൊക്കെ പറഞ്ഞാൽ മതിയാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒന്ന് ഒഴിവാക്കി. നമ്മൾ തള്ളാർക്ക് എത്ര ഇട്ട് കൊടുത്താലും നമ്മളെ മക്കൾക്ക് എന്താ ഇട്ട് കൊടുത്താലും നമുക്കൊരു ഇതാണ് അച്ഛനെ തികയിലാവോ ഉണ്ടായില്ലാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുല്ലേ. അപ്പോഴാണ് നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ ഓലിക്കപ്പോൾ ഒരു ഇതേക്കാരം മതിയമ്മ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതാക്കണ കുറച്ച് ചോറായതുകൊണ്ട് ഒഴിവാക്കി. അങ്ങനെ ഉള്ളി കൂട്ടാനും ഒരു മുട്ടയിട്ടു. പിന്നെ ഇതാക്കണേ ചീരപ്പേരി ഇട്ടു. പിന്നെ പപ്പടവും വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ ഓൻ്റെ ചോറ്റും പാത്രം സെറ്റായി. അപ്പോൾ ഞമ്മക്കും അത് തന്നെയാണ്. അപ്പോൾ ഓൻ പറഞ്ഞു ആ പപ്പടം അതിൽ വെക്കാതെ അത് ചപ്പാത്തി മാതിരി ആവുകയാണ് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വേറൊരു കവറിലിട്ട് തരാടാറ്. അപ്പം എന്നാൽ അങ്ങനെ കാട്ടൊരു പാത്രത്തിൽ വേറെ പൊട്ടിച്ചിട്ട് തരാറ്. അപ്പം വേണ്ടമ്മ അതായി തന്നെയാണ് വെച്ചളി, ഇനിയിപ്പോൾ വേറൊരു പാത്രം വെച്ച് താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞൊരു കവറിലിട്ട് തരാറുണ്ട്. അപ്പോൾ അതൊന്നും അതിൽ വെച്ചളിയാണ്. അപ്പോൾ അതിൽ തന്നെ വെച്ചു. ഞാനൊന്ന് തുടച്ച് സെറ്റാക്കി അതങ്ങനെ ഓന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓൻ പോയിട്ടോ. അങ്ങനെ ഇനി നമുക്ക് അടിച്ചുവരണം തുടക്കണം അതൊക്കെ പണിയുണ്ട്. അങ്ങനെ ഇതാക്കണേ നമ്മളെ വേസ്റ്റ് കൊണ്ടാകാല ചേച്ചിമാരെത്തിക്കണേ. അപ്പോൾ ഓലൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റോട്ടിൽ വെച്ചില്ലേ. അപ്പോൾ നമ്മളെ സനുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ സനുവിന്റെ ബർത്ത്ഡേക്ക് നമ്മള് എല്ലാവരും പോലെ നമ്മള് ഒരു ബർത്ത്ഡേന്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവസാനോട്ടം കളിച്ചാൻ പോയിട്ടോ. അപ്പോൾ ആ കളിച്ചാൻ പോയ അടിയിൽ ഓൻ എന്താട്ടിന്ന് അറിയാം, ആ റൂമ് കയറിക്കാണ്ട് ഓൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ എന്താട്ടി അതിന് കുറേ സ്റ്റിക്കറൊക്കെ റൂമിലൊക്കെ ഒട്ടിച്ച്. പിന്നെ ഓൻ വന്നപ്പോൾ ആകെ അന്തം വിട്ടിട്ടോ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാണ്ട്. അപ്പോൾ ഓൻ തന്നെ എന്താ കടലാസുമ്മേ ഓരോ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി അതിൽ കുറേ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അത് ഓരോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഓനോട് കണ്ടുപിടിച്ചാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഓൻ ആ റൂമാകെ തിരഞ്ഞ് പിടിച്ചിക്കാണ്ട് എന്താട്ടി അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ഒളിപ്പിച്ച് വെച്ചതൊക്കെ കിട്ടി. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുട്ടായിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഓല അതപ്പം സെറ്റാക്കിയാൽ ഞാൻ അടുക്കളയിൽ ഓരോ പണീനെ അപ്പോഴാണ് ഇവർ ഈ ഒച്ചയും പുളിയും കണ്ട് ഞാനിങ്ങനെ വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പറയാം ഞങ്ങൾ സാനുവിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മുട്ടായിയും ഇതൊക്കെ ഞങ്ങൾ പാക്കറ്റാക്കി വെച്ചിക്കണം ഒളിപ്പിച്ച് വെച്ചിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു വീഡിയോ എടുക്കട്ടെ, നിങ്ങൾ ഓനെ വരുമ്പോൾ
ഞാൻ പറയണം. അപ്പോൾ ഓൻ വരുന്ന കണ്ട് ഞാൻ വേഗം ഫോണും കൊണ്ട് അകത്ത് കയറി അങ്ങനെ വാതിലടച്ച് കണ്ട് ഓനൊന്ന് സസ്പെൻസ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓനാകെ അന്തം വിട്ടിട്ട് അതൊക്കെ പാടെ കണ്ട് ഒച്ചയും പുളിയും കേട്ടപ്പോൾ ഓൻ വിചാരിച്ച് എത്തപ്പോൾ ഇവിടെ എന്നൊക്കെ കരുതി. അപ്പോൾ എല്ലാവരും മുട്ടായിയാണ് കേട്ടോ പാക്കറ്റ് ആക്കിയിരിക്കണത്. പിന്നെ ഓല് ഓരോ കാർഡുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഓരോ സന്തോഷം ഇങ്ങനെയാണ് കേട്ടോ. ഓല് ഇതാക്കി ആ കുട്ടികൾ എന്നും നമ്മളവിടെ കളിച്ചാലുണ്ടാവും. അപ്പോൾ അങ്ങനെ കേക്ക് പിന്നെ രാവിലെ ഒന്നും നമ്മൾ പിന്നെ കേക്കൊന്നും വാങ്ങിയിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ അത് പിന്നെ എൻ്റെ ഉപ്പച്ചി പിന്നെ അതിൻ്റെ ഇപ്പച്ചിൻ്റെ ചെങ്ങായിനോട് പറഞ്ഞിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് രാത്രി കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു, പകലൊന്നുമില്ല. അത് നമുക്കറിയില്ല ഇനി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് അന്തിക്കാണ് കേട്ടോ പിന്നെ കേക്ക് മുറിച്ചിരുന്നത്. അപ്പോൾ മിന്നുട്ടിൻ്റെ പിറന്നാൾ കഴിഞ്ഞ മാസേനെ. അപ്പോൾ അന്ന് നോൽമ്പല്ലേ, അന്ന് നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്താട്ടി അപ്പോൾ ഒരു കേക്ക് വാങ്ങിയിട്ട് 2 ആളെ പേരും നമ്മൾ എഴുതിച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലേനി കേട്ടോ. ഇതൊക്കെ ഓലപ്പച്ചിൻ്റെ പണിയാണ് കേട്ടോ, 2 ആളെ പേര് എഴുതിക്കാണ്ട്. അപ്പോൾ കേക്കൊന്നും മുറിച്ചിക്കാണ്ടൊന്നും നമ്മൾ ആഘോഷിക്കാനൊന്നും പാടില്ല. പക്ഷേങ്കിൽ ഓരോ പേരിലും കുട്ടികളിങ്ങനെ കേക്ക് മുറിച്ചുമ്പോൾ ഓരോ പേരിൽ കേക്ക് മുറിച്ച് ഞങ്ങൾ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങി തരുമോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാപ്പാർക്കും ഉമ്മാർക്കും ഒരു പൊറുതിയാടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് വാങ്ങിയതാണ്. 2 ആളെയും സങ്കടപ്പെടുത്താതെ 2 ആളെയും പേര് എഴുതിയിട്ട് 2 ആളും ഒപ്പം വെച്ചുകാണ്ട് മുറിച്ചാണ് കേട്ടോ. കാരണം മിന്നുട്ടിൻ്റെ കഴിഞ്ഞ മാസം നോമ്പിനായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 2 ആളെയും സങ്കടപ്പെടുത്തിയില്ല. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഓല് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ പിന്നെ രാവിലെ കുറച്ച് കുട്ടികളെ കണ്ടില്ലേ, ഓലിക്കില്ലതൊക്കെ നമുക്ക് രാവിലെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഞങ്ങളെന്താട്ടി എല്ലാവർക്കും ഓരോ കഷ്ണങ്ങൾ എടുത്തേക്കാണ്ട് പിന്നെ അയൽവക്കത്തെ പെരയിൽ കൂടി എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തു. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.